ഹലോ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻസ് മലയാളത്തിൽ പറയുന്നതായിരിക്കും. 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. പ്രീവിയസ് ഇയർ 20 ക്വസ്റ്റ്യൻസ്. എല്ലാ സിലബസിൽ നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: the least among the fractions 15 by 16, 19 by 20, 24 by 25, 34 by 35. ഈ 4 ഫ്രാക്ഷൻസിൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഏതാണ് എന്നാണ് ഫസ്റ്റ് ചോദ്യം. ഹായ് ഓൾ, നീതു, സന്ധ്യ, പ്രദീപ്, സിജോ, മഹിമ, എല്ലാവരോടും. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ എന്താണെന്ന്, ഓപ്ഷനിൽ ഏതാണെന്ന് കമന്റ് ചെയ്യാം. ഇതിന്റെ റൈറ്റ് ആൻസർ ഏത് ഓപ്ഷൻ ആണെന്ന് കമന്റ് ചെയ്യുക. ഓപ്ഷൻസ് 34 by 35, 15 by 16, 19 by 20, 24 by 25. ഇതായിരുന്നു കിട്ടിയില്ലേ? സന്ധ്യ ഓപ്ഷൻ ബി. ഡിയോ. ഇതിലെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വലുതല്ല ചോദിച്ചത്, ചെറുതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് നോർമൽ രീതിയിൽ പല വഴികളും ഉണ്ട്. പക്ഷെ എന്താണ്, ഈ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും, അതായത് മേലെയുള്ള അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 15ഉം 16ഉം ഒന്നാണ് വ്യത്യാസം. അടുത്തത് 19ഉം 20ഉം, അവിടെയും ഒന്നാണ് വ്യത്യാസം. അടുത്തത് 24ഉം 25ഉം വ്യത്യാസം ഒന്നാണ്. അടുത്തത് 34 by 35, വ്യത്യാസം ഒന്നാണ്. അതാണ് എല്ലാത്തിലും ഛേദവും അംശവും അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ്. അങ്ങനെ സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി, മേലെയുള്ള ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. 15, നമുക്കിപ്പോൾ നമ്പേഴ്സ് വേണമെങ്കിൽ ഇതാണെന്ന് എടുക്കാൻ പറ്റും. 15, 19, 24, 34 ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി. അതിലേതാണോ വലുത് അതായിരിക്കും അതിൽ വലിയ നമ്പർ. അതിലേതാണോ ചെറുത് അതായിരിക്കും അതിൽ ചെറിയ നമ്പർ. നമ്മളോട് ചോദിച്ചെന്താണ് ലീസ്റ്റ്, ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്നാണ്. ചെറുത് ഏതാണ് ഇതിൽ? ഈ 15 നമ്പറാണ് ഏറ്റവും ചെറുത്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 15 by 16 ആയിരിക്കും റൈറ്റ് ആൻസർ. ഈ ഡിഫറൻസ് സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഷോർട്ട് കട്ട് ട്രിക്കാണ്. ഇപ്പൊ ഡിഫറൻസ് ഒന്നാണെന്ന് കൂടെ ഇല്ല, എല്ലാ ഡിഫറൻസും സെയിം ആവണം. അതായത് ഇപ്പോൾ 15 by 17, അടുത്തത് 19 by 21. അപ്പോഴും എന്താണ്, ഡിഫറൻസ് 2ആണ്. ആ ഡിഫറൻസ് സെയിം ആണോ നോക്കുക. അതാണെങ്കിൽ 4 അങ്ങനെ ആണെങ്കിൽ, കുറേ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ മനഃപൂർവ്വം ഇടാറുണ്ട്. നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ അറിയുന്നവർ സോൾവ് ചെയ്യും, അല്ലാത്തവർ ഓരോന്ന് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് സമയം വേസ്റ്റ് ആവും. അങ്ങനെ ചെയ്യാതിരിക്കുക, അങ്ങനെ ഇടുന്നതാണ് മനഃപൂർവ്വം. അപ്പം എന്താണ്, ഇതിൽ വ്യത്യാസം ഒന്നായതിനാൽ അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് അത് അപ്ലൈ ചെയ്താൽ മതി. അതാണ് ഈ 4 ഫ്രാക്ഷൻസിലെ ഏറ്റവും ലീസ്റ്റ് ഫ്രാക്ഷൻ അതായിരിക്കും. എല്ലാവരും ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്. അക്ഷത് തെറ്റി, അക്ഷരത്തിന് എന്താ തെറ്റി, വലുതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അക്ഷരം ഇത് കുഴപ്പമില്ല.
ശരിയായില്ല ഇപ്പൊ എല്ലാവരും frames are the okay. Next question നോക്കാം. If 4 taps can fill a tank in 10 hours, then how many hours can 6 taps fill the same tank? 4 ടാപ്പ് ഉപയോഗിച്ച് ഒരു ടാങ്ക് ഫിൽ ചെയ്യാൻ എത്ര മണിക്കൂർ എടുത്തു? 10 മണിക്കൂർ എടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ടാണ് 6 ടാപ്പ് ആ ടാങ്ക് ഫിൽ ചെയ്യാൻ സമയം എത്ര എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. 6 ടാപ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. 6 2/3, 6 3/2, 2 2/5, 15. ഓപ്ഷൻ എ എല്ലാവരും കമന്റ് ചെയ്തു. സഹ്നാസ്, അക്ഷർ, നീതു, സന്ധ്യ, രാജി, ജെബിൻ, അനു, അൻഷാദ് എല്ലാവരും ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ടൈം ആൻഡ് വർക്കിലെ M1D1 ഈസ് ഈക്വൽ ടു M2D2 എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഈക്വൽ ടു M2D2 ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പൈപ്പും ടാങ്കും ടാപ്പും ഒക്കെ ആയാലും ബേസിക് സംഭവം അത് തന്നെയാണ്. അതായത് ഇവിടെ 4x10 ഉണ്ടാവും, അപ്പുറത്ത് 6 എത്ര സമയം എന്നുള്ളതിനുള്ള D2, 6 × D2. ഇതൊന്ന് വെട്ടി നോക്കാം. ഇവിടെ 40 ആവും, ഇവിടെ 6D2 ആവും. D2 ആണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനിലുള്ള സമയം. D2 ഈസ് ഈക്വൽ ടു 40/6 ചെറുതാക്കുമ്പോൾ 20/3 എന്ന് കിട്ടും. അപ്പൊ ഇനി ഓപ്ഷനിലേക്ക് നോക്കുക, അല്ലെങ്കിൽ 20/3 എങ്ങനെയാണ് നമ്മൾ മിശ്ര ഭിന്നമാക്കിയിട്ട് എഴുതുക എന്നും കൂടെ നോക്കിയാൽ ഉത്തരം കിട്ടി. 20/3 എങ്ങനെ എഴുതും? 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 6 കിട്ടും. 6 × 3 18 ആണ്. ബാക്കി വരുന്ന ശിഷ്ടം 2, അതാണ് മേലെ ഉണ്ടാവുക. 6 2/3 hours. ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. പ്രദീപ്, നൈസിൽ, ഫ്രണ്ട്സ് എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ഏജ് പ്രോബ്ലംസ്. മനുസ് ഏജ് ഈസ് 6 times Binu's age. 15 years hence, Manu will be 3 times as old as Binu. Find Binu's age. 15 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ 1:6 ആണ്. അങ്ങനെയാണെങ്കിൽ ബിനുവിന്റെ ഏജ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കൂ. ഇവിടെ കാണുന്നുണ്ടല്ലോ. കമന്റ് ചെയ്യുക ഏതാണ് റൈറ്റ് ആൻസർ. 20 പേരുണ്ട് ലൈവായിട്ട്. അപ്പൊ അവർ 20 പേരും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ അക്കാദമിയുടെ ഈ കേരള PSCയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും കേരള PSCയിലുള്ള എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. എല്ലാ ടോപ്പിക്കിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും എല്ലാ ദിവസവും. ഓപ്ഷൻ ബി 10 ആണ് കുറെ പേര് കമന്റ് ചെയ്തിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചത് ബിനുവിന്റെ ഏജ് ആണ്. ആദ്യം നമുക്ക് റേഷ്യോ ആക്കിയിട്ട് എഴുതാം. മനു ബിനു, അല്ലെങ്കിൽ ബിനു മനു, എങ്ങനെ വേണമെങ്കിലും എഴുതാം. 6 times ഓഫ് മനു ആണ് കൂടുതൽ. അപ്പോൾ 1:B എഴുതുമ്പോൾ 6:1 എഴുതേണ്ടി വരും. നേരെ തിരിച്ച് 1:6 എന്ന് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. 15 കൊല്ലം കഴിയുമ്പോൾ 3:1 ആവും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ റേഷ്യോ ഈക്വൽ ആക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
ഇത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഡിഫറൻസ് നോക്കുക 5, ഇവിടെയുള്ള ഡിഫറൻസ് 2. ഈ ഡിഫറൻസ് 2 എടുത്തിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 12:2 ആവും. ഇവിടെയുള്ള 5 എടുത്തിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 15:5 ആവും. ഇനി ഇവിടെ കൊല്ലത്തിൽ എത്ര വ്യത്യാസം വന്നു നോക്കുക. 15 ഇയേഴ്സ് ഹെൻസ് ആണ്. അപ്പോൾ 15 കൊല്ലം ഇങ്ങോട്ട് പോയപ്പോൾ എത്ര വ്യത്യാസം വന്നു? 3 units is equal to 15 വ്യത്യാസം വന്നു. 1 unit is equal to 15/3 5 ആയിരിക്കും. 1 യൂണിറ്റ് 1 ആണ്. നമുക്ക് ഇതിൽ ആരുടെ എവിടെ നിന്നാണെങ്കിലും എടുക്കാൻ പറ്റും. മനുവിൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 12 × 5 60 ആണ്. ബിനുവിൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 × 5 10 ആയിരിക്കും. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 10 ഇയേഴ്സ് ആയിരിക്കും റൈറ്റ് ആൻസർ. 8 പ്രോബ്ലംസിന്റെ റേഷ്യോ യൂസ് ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ട് ട്രിക്കാണ് ഞാൻ ചെയ്തത്. ഇതിനൊക്കെ ഡീറ്റെയിൽഡ് അക്കാദമിയിൽ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ടോപ്പിക്കിലുള്ള ക്ലാസ്സുകൾ റേഷ്യോ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ. ആ കോഴ്സ് കാണാത്തവരാണെങ്കിൽ ആ ഫ്രീ കോഴ്സ് റെഫർ ചെയ്യുക. അതിൽ 8 പ്രോബ്ലംസിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലംസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉത്തരം ഇട്ടിട്ടുണ്ട്. ബി ഓപ്ഷൻ ബി 10. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 4. A and B together can do a piece of work in 12 days and B alone can complete the work in 18 days. How long will B alone take to complete the job? A ഉം ബിയും കൂടെ 12 ദിവസം, A ഒറ്റയ്ക്ക് 18 ദിവസം. അങ്ങനെയാണെങ്കിൽ B ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 6, 30, 36, 21. ചെയ്തിട്ട് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ കാണുന്നില്ല ക്ലിയർ ആയിട്ട്? സി എല്ലാവരും കമന്റ് ചെയ്തോ? അരുണ, ഓഗസ്റ്റ് എല്ലാവരും സി കമന്റ് ചെയ്തിട്ടുണ്ട്. സി എന്നായിരിക്കും റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. എയും ബിയും കൂടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 days. A plus B ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 days. A alone, A ഒറ്റയ്ക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 18 ദിവസം. 12ന്റെയും 18ന്റെയും LCM എടുക്കുക. 18ന്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കുക. അടുത്ത മൾട്ടിപ്പിൾ 36 ആണ്. 36ൽ 12 പോകും. അപ്പോൾ അത് തന്നെയാണ് LCM. എഫിഷ്യൻസി രണ്ട് സൈഡിലേക്കും കാണാം. 36 ഡിവൈഡഡ് ബൈ 12 ഇവിടെ 3 കിട്ടും. 36 ഡിവൈഡഡ് ബൈ 18 ഇവിടെ 2 കിട്ടും. ഇതിൽ നിന്ന് ചെറുത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി ഓഫ് ബി കിട്ടും. ബിയുടെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ എത്ര ദിവസം എടുത്തു എന്ന് ചോദിച്ചാൽ 36/1 36 ഡേയ്സ് ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി 36. എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട് ഉത്തരം. So moving to the 5th question. Find the time taken by a 180-meter long train running at 54 km/h to cross a man standing on a platform. Options ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഓപ്ഷൻ ബി 12 seconds ആണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത്.
ആദ്യം എന്ത് ചെയ്യുക, 54 km/h മീറ്റർ/സെക്കൻഡ് ആക്കിയിട്ട് മാറ്റാം. 54 × 5/18, 54 18 വെട്ടി, ഇവിടെ 3 ആയി. 3 × 15, 3 × 5, 15 മീറ്റർ/സെക്കൻഡ്. ഈ 15 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ 180 മീറ്റർ നീളമുള്ള ട്രെയിന് ഇത്ര സമയം എടുക്കുമെന്നാണ്. ക്രോസ് ചെയ്യുന്നത് എന്താണ്, ഒരാളെയാണ്. ആളാവുമ്പോൾ നമ്മൾ എന്താണ്, ആ ഡിസ്റ്റൻസ് ഇതിൽ കൺസിഡർ ചെയ്യില്ല. ഇതിന്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ട്രെയിനിന്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. 180 ഡിവൈഡഡ് ബൈ 15 ചെയ്യുക, 12 സെക്കൻഡ്സ് ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി 12 സെക്കൻഡ്സ്. ഷഹനാസ്, അനു, സജു, ദീപ, ഐശ്വര്യ, നീതി കൃഷ്ണ, എല്ലാവരും ബി അല്ലേ കിട്ടുള്ളത്. ഇനി ബാക്കി ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളവരെല്ലാം സോൾവ് ചെയ്യാം. ഇതൊരു ശരിക്കും ഒരു ക്ലാസ് റൂം പോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ അവസരമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. നിങ്ങൾ എന്തായാലും സോൾവ് ചെയ്യുക. ജസ്റ്റ് കേട്ട് ഇരുന്നിട്ട് വലിയ ഉപകാരം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യാൻ വേണം, സ്വന്തമായി സോൾവ് ചെയ്യാൻ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുകയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A garden is 90 meter long and 75 meter broad. A path 5 meter wide is to be built outside around it. Find the area of the path. ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു, 90 മീറ്റർ നീളവും 75 മീറ്റർ വീതിയും. അതിന് ചുറ്റും 5 മീറ്റർ വൈഡ് ആയിട്ടൊരു പാത്ത് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ആ പാത്തിന്റെ ഏരിയ എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. 850, 6750 മീറ്റർ സ്ക്വയർ, 1750 മീറ്റർ സ്ക്വയർ, 7200 മീറ്റർ സ്ക്വയർ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. സി ആണ് ഉത്തരം കിട്ടിയിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഇക്വേഷൻ ഇന്നലെ നമ്മൾ ഇതേ ഒരു മോഡലിൽ പ്രോബ്ലം ചെയ്തിരുന്നു അടുത്ത ക്ലാസ്സിൽ. ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ 2p × L + B + 2p. ഈ പി എന്ന് പറഞ്ഞാൽ പാത്തിന്റെ വിഡ്ത്താണ്. എല്ലും ബിയും ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പാത്തിന്റെ വിഡ്ത്ത് 5 ആണ്. അപ്പോൾ 2 × 5 പ്ലസ് L 90, ബി 75 പ്ലസ് വീണ്ടും ഒരു 2 × 5. ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ചെയ്യാം. 90ഉം 75ഉം 165, 165 പ്ലസ് 10 ആവും. പുറത്ത് 2 × 5 ഒരു 10 കിട്ടും. ചെറിയ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, ഒരു 0 കൂട്ടി കൊടുക്കുക. അതായത് 10 × 175 ആണ് വരിക. 1750 മീറ്റർ സ്ക്വയർ റൈറ്റ് ആൻസർ ആയിട്ട്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. 1750 മീറ്റർ സ്ക്വയർ. ഇക്വേഷൻ ഓർത്ത് വെക്കുക. സിമ്പിൾ ഇക്വേഷൻ ആണ്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. What number should be subtracted from each of the numbers 23, 30, 57 and 78
so that the remainders are in proportion. 4, 3, 6, 7. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പറയാം. ഓപ്ഷൻസ് 4, 3, 6, 7. ഓപ്ഷൻ 6 ആണ് കേട്ടോ. റെഡി കിട്ടിയില്ല. സി അങ്ങനെ ചെയ്യാൻ നോക്കാം. 4 നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഈ 4 നമ്പേഴ്സിൽ നിന്ന് ഏത് നമ്പർ കുറച്ചാലാണ് ബാക്കിയുള്ള നമ്പേഴ്സ്, അതായത് കുറച്ച് കഴിഞ്ഞ ശേഷം കിട്ടുന്ന നമ്പേഴ്സ് തമ്മിൽ പ്രൊപ്പോർഷനിൽ ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. കുറച്ചൊരു ട്വിസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒരുപാട് തവണ നമ്മൾ സോൾവ് ചെയ്തത് ആയതുകൊണ്ട് പലർക്കും ഓർമ്മ ഉണ്ടാവും. എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? 23 സംഖ്യ എക്സ് ആണ് ചോദിച്ചത്. 23 മൈനസ് എക്സ്, താഴെ 30 മൈനസ് എക്സ്, ഇവിടെ 57 മൈനസ് എക്സ്, അതിൻ്റെ താഴെ 78 മൈനസ് എക്സ്. ഈ പുറത്തുനിന്ന് എക്സ് ഒക്കെ സെയിം ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യേണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. എന്ത് ചെയ്യാം? ഓപ്ഷൻസിൽ നിന്ന് ഓരോന്ന് ഇട്ട് കൊടുത്ത ശേഷം ഈക്വൽ ആവുന്നുണ്ടോ രണ്ട് ഭാഗവും ഇത് ചെയ്യാം. അപ്പോൾ 4 ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും? 19/26 വരും. അപ്പുറത്തെ സൈഡിൽ 53/74 വരും. അപ്പോൾ ഇത് രണ്ട് സൈഡും ഈക്വൽ അല്ല, കാരണം 19 53 കോമൺ ആയിട്ട് എടുക്കാനൊന്നുമില്ല. അപ്പോൾ അത് ഈക്വൽ ആവില്ല എന്തായാലും. ഇതല്ല, അപ്പോൾ 4 അല്ല നമ്മുടെ റൈറ്റ് ആൻസർ. പിന്നെ എന്ത് ചെയ്യുക? അടുത്ത 3 ഇട്ട് കൊടുക്കുക. 3 ഇട്ട് എടുക്കുമ്പോൾ എന്താവും? 20/27. അപ്പുറത്തെ സൈഡിൽ എന്ത് വരും? 54/75 വരും. ഇത് നേരത്തെ പോലെ തന്നെ. ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്താണ്? ഇതിലേക്ക് എത്തില്ല. ഇത് രണ്ടും ഈക്വൽ അല്ല. അതിനർത്ഥം എന്താണ്? റൈറ്റ് ആൻസർ 3 അല്ല. ഇനി അടുത്തതിലേക്ക് പോവാണ് ചെയ്യുന്നത്. 6 ഇട്ട് കൊടുക്കുക. 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 17 ആവും, താഴെ 24 ആവും. അപ്പുറത്ത് 57 നിന്ന് 6 കുറക്കുമ്പോൾ 51 ആവും, ഇവിടെ 72 ആവും. ഇനി ഇതിലെന്തെങ്കിലും കോമൺ ആയി ഫാക്ടേഴ്സ് ഉണ്ടോ? അതായത് രണ്ട് ഈക്വൽ ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. എന്ത് ചെയ്യാം? 51-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 72-നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടും വെട്ടുമ്പോൾ എന്താവും? ഇവിടെ 17 ആവും, ഇവിടെ 24 ആവും. അതായത് ഇവിടെ കിട്ടിയ അതേ വാല്യൂ ഇപ്പുറത്ത് നമുക്ക് വെട്ടി ചെറുതാക്കിയാൽ എത്തുന്നുണ്ട്. അതായത് ഇതിൽ നിന്നെല്ലാം 6 കുറക്കുമ്പോൾ ഈ 4 നമ്പേഴ്സും തമ്മിൽ പ്രൊപ്പോർഷണലി എത്തും എന്നാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ എക്സിന്റെ ഫോമിൽ എഴുതിയത് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക. എക്സ് ഇട്ടിട്ട് ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് സോൾവ് ചെയ്തെടുക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ട് വരും, കാരണം എക്സ് സ്ക്വയർ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയുണ്ടാവും. അതിൽ എളുപ്പം ഇതായിരിക്കും. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, 6 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. മൈമൂന, നീതു, ഷഹനാസ്, രാജി, ദീപ, അൻഷദ്, നീതുയം, ജബിൻ റിയാസ്, സന്ധ്യ, ജ്യോതിഷ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ 6 ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇങ്ങനെ കിട്ടുന്നത്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following numbers is divisible by 33? 1333, 1375, 2133,
2145. ഇതിൽ ഏത് നമ്പറാണ് 33 കൊണ്ട് കറക്റ്റ്ലി ഡിവിസിബിൾ ആയിട്ട് ഉള്ളത് എന്നാണ് ചോദ്യം. ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്നു. ഓപ്ഷൻ ഡി സജിത് അലി, ഷഹനാസ്, ജതിൻ, റിയാസ്, അക്ഷത്, സന്തോഷ്, എം, കരുണാമോഹൻ, രാജി. എല്ലാവരും ചെയ്യട്ടോ. ഒരാള് എന്താണ് പറയാ ഡി ഇടുമ്പോ ബാക്കി എല്ലാവരും അതുപോലെ ഡി ഇടാൻ നിൽക്കരുത്. അവനവൻ സ്വന്തം സോൾവ് ചെയ്യുക. എന്താണ് ഇവിടെ ഡിവിസിബിലിറ്റി ചോദിച്ചിട്ടുള്ളത് 33 33 ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാം, അതിന്റെ 2 ഫാക്ടേഴ്സ് എടുക്കാം. 3ഉം 11ഉം അതിന്റെ ഫാക്ടേഴ്സാണ്. അപ്പൊ ആദ്യം 3 വെച്ച് നോക്കാം, കാരണം അത് നോക്കാൻ എളുപ്പമാണ്. 1 3 3 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഡിജിറ്റ് 10 കിട്ടും. 10 ഡിവിസിബിൾ അല്ല, അപ്പൊ ഇത് ക്യാൻസൽ ആയി. അടുത്തത് 1 3 7 5 4ഉം 7ഉം 11ഉം 5ഉം 16 കിട്ടുക. 16 ആകുമ്പോൾ ഇത് 3 കൊണ്ട് ഡിവിസിബിൾ അല്ല, ഇതും ക്യാൻസൽ ആയി. പിന്നെ 2 ഓപ്ഷൻസ് ബാക്കിയുള്ളൂ, സിയും ഡിയും. ഇത് കൂട്ടി വെക്കുക. ഇത് കൂട്ടുമ്പോൾ 9 കിട്ടും. ഇത് 3 4 7 7 5 12. അപ്പൊ എന്താണ്, ഇത് 2ഉം 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ അടുത്ത പോസിബിലിറ്റി നോക്കുക. 11ന്റെ ഡിവിസിബിലിറ്റി റൂളാണ് അടുത്തതായിട്ട് നോക്കാനുള്ളത്. 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണ്, ഒന്ന് ഇടവിട്ടുള്ള നമ്പേഴ്സ് തമ്മിലുള്ള സമ്മ് കാണുക. അതായത് ഇവിടെ ഈ 2ഉം ഈ 3ഉം തമ്മിലുള്ള തുകയാണ്, അപ്പൊ 5ആണ്. അടുത്തത് അതുപോലത്തെ ഒന്ന് ഇടവിട്ട 1ഉം 3ഉം തമ്മിലുള്ള തുകയാണ് 4ആണ്. അവർ തമ്മിലുള്ള വ്യത്യാസം 5ൽ നിന്ന് 4 വെക്കുക 1ആണ്. അപ്പൊ എന്താണ്, ഇത് ഡിവിസിബിൾ അല്ല. ആ വ്യത്യാസം ഒന്നുകിൽ 11ന്റെ മൾട്ടിപ്പിൾ ആവണം, അല്ലെങ്കിൽ 0 ആവണം. അപ്പൊ അടുത്തത് 3 തെറ്റായി. അപ്പൊ എന്തായാലും അടുത്തതായിരിക്കും റൈറ്റ് ആൻസർ. എന്തായാലും വെരിഫൈ ചെയ്യാം. 2 1 4 5 2ഉം 4ഉം കൂട്ടി 6 കിട്ടി. 1ഉം 5ഉം കൂട്ടി 6 കിട്ടി. 6 - 6 0. അതിനർത്ഥം ഈ 21 45 എന്ന് പറഞ്ഞുള്ള നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 21 45 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ. എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If y minus x by x is equal to 3/8, find y minus x. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ നിന്ന് y minus x കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പതിനൊന്ന് 8 8 11 8 5 5 8 4 ഓപ്ഷൻസ് ഉള്ളത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. y by x വന്നിട്ടുണ്ടെങ്കിൽ ആ വൈയുടെയും എക്സിന്റെയും വാല്യൂ ആദ്യം തന്നിട്ടുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് ശരിയാവുന്നുണ്ടോ നോക്കിയാൽ മതി. അതാണ് ഏറ്റവും എളുപ്പം ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തേത് 11:8 ആണ്. y 11 ആയിരിക്കും, x 8 ആയിരിക്കും. ഇത് ശരിയാവുന്നുണ്ടോ നോക്കിയാൽ ഉത്തരം കിട്ടി. 11 - 8 താഴെ 8 ചെയ്യുമ്പോൾ 3/8 കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ 3/8 തന്നെയാണ് ഉള്ളത്. എന്താണ്, വൈൻ്റെ എക്സിന്റെ വാല്യൂ അതായിരിക്കും ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടുന്നുണ്ട്. കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 11:8.
വാല്യൂസ് ഉള്ള ക്വസ്റ്റ്യൻസിൽ വാല്യൂസ് തന്നെ ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻസിൽ നിന്ന് ജസ്റ്റ് വാല്യൂസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, HCF of 36 and 264 is 36ന്റെയും 264ന്റെയും HCF എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി 6, 36, 792, 12. എഴുതി നോക്കിയിട്ട് സോൾവ് ചെയ്യാം, അല്ലാതെ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് നോക്കിയിട്ട് അങ്ങനെയാണ് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി 12 ആണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത്. കരുണ, നീതു, അക്ഷൻ, സന്ധ്യ, ജ്യോതിഷ്, ജിബിൻ റിയാസ്, പ്രേം സാഗർ, സജിത്, എല്ലാവരും ചെയ്തു. ആദ്യം ഈ കേസിൽ രണ്ട് നമ്പേഴ്സ് 36ഉം 264. അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഉസാഗ എന്ന് പറയും. ഇതിലെ ഉസാഗ മാക്സിമം പോയാൽ എത്രയാവുള്ളൂ? 36 ആവുള്ളൂ, ഏറ്റവും വലിയതാണെങ്കിൽ. അപ്പൊ ആദ്യം തന്നെ ഇത് നമ്മളെ ഓപ്ഷനിൽ ക്യാൻസൽ ആയി, അതിന് മേലോട്ട് എന്തായാലും പോയില്ല. 36 ആവണമെങ്കിൽ എന്താണ്? 264/36 കറക്റ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. ഇതാണോ എന്ന് നോക്കുക. ഇതല്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇത് നോക്കാൻ വേണ്ടിയിട്ട് 8 നോക്കാം. 6, 8, 48, ബാക്കി 4, 324, അത്ര പോയില്ല. 6 നോക്കാം. 36 × 6 216. 7 പോവും. 7 പോകുമ്പോഴും കറക്റ്റ്ലി ഡിവിസിബിൾ ആയിട്ട് പോകുന്നില്ല. നമ്മുടെ 36 അല്ല നമ്മുടെ HCF. ഇനി എന്ത് ചെയ്യേണ്ടത്? ഇനി 36ന്റെ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടത്. അപ്പൊ ഓപ്ഷൻസിൽ ഇനി 36ന്റെ ഏറ്റവും വലിയ ഫാക്ടർ ഉള്ളത് ഏതാണ്? 12 ആണ്. 6 വലിയ ചെറിയ ഫാക്ടറാണ്. അപ്പൊ അതിന്റെ മേലെ 12 ഉണ്ട്. അപ്പൊ 12 നോക്കുക. 12നെ 264നെ 12 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഉത്തരം കൺഫേം ചെയ്യാൻ പറ്റും. ബാക്കി 2, 24 കറക്റ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓപ്ഷൻ ഡി 12 ആയിരിക്കും. ശ്രീകാന്ത് നായർ, അനു, സഞ്ജു, കിരണാർ എല്ലാവരും ചെയ്തു. റൈറ്റ് ആൻസർ ഓപ്ഷൻ 12. ഓപ്ഷൻ ഡി 12. അടുത്ത ക്വസ്റ്റ്യൻ, the HCF and LCM of two numbers are 12 and 216 respectively. If one of the numbers is 108, find the other number. ഒരു നമ്പർ 108 ആണെങ്കിൽ മറ്റേ നമ്പർ എത്ര ആയിരിക്കും? ഇത് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി 24. ഇവിടെ ഏതായിരുന്നു നമ്മുടെ ഇക്വേഷൻ? LCM into HCF is equal to product of two numbers എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സും വൈ ഒക്കെ എടുക്കാം. ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 തന്നിട്ടുണ്ട്, 216 തന്നിട്ടുണ്ട്, ഒരു നമ്പർ തന്നിട്ടുണ്ട് 108 ആണ്. രണ്ടാമത്തെ നമ്പർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ വെട്ടിക്കളയാം. 216 108 വെക്കുക. ഇതിന്റെ ഇരട്ടിയാണിത്. അപ്പോൾ ഇവിടെ 2 വരും.
P2 is equal to 12 into 2 24. Option C ആയിരിക്കും റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്ട്ലി ചെയ്യാനാണ്. ഓപ്ഷൻ സി 24 ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Which one of the following is a prime number? 2, 6, 9, 1. അതിൽ ഏതാണ് പ്രൈം നമ്പർ എന്നാണ്. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രൈം നമ്പർ 2 ആണ്. അങ്ങനെ ഏറ്റവും ചെറിയ പ്രൈം നമ്പറും ഒന്നെന്താണ്, ഒന്ന് പ്രൈം നമ്പർ അല്ല, ഒന്ന് പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. ഓപ്ഷൻ എ 2 ആയിരിക്കും ഇതിലുള്ള അതിന്റെ പ്രൈം നമ്പർ. 6 വേറെ മൾട്ടിപ്പിൾസ് ഉണ്ട്, 9 വേറെ മൾട്ടിപ്പിൾസ് ഉണ്ട്, അപ്പൊ അതൊന്നുമല്ല പ്രൈം നമ്പർ. ഇതെല്ലാവരും ചെയ്യുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. John makes a profit of 12% by selling the article of ₹4.48. Calculate the cost price. ഒരു സാധനം 448 രൂപയ്ക്ക് വിറ്റപ്പോൾ ജോണിന് 12% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ജോൺ വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഷഹനാസ്, ഓപ്ഷൻ ഡി 400. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, കാരണം 12% ലാഭം ഉണ്ടാക്കുമ്പോൾ എന്തായാലും 300, 200 കാണില്ല. അങ്ങനെ നോക്കിയാൽ തന്നെ ഏകദേശം ഉത്തരം കിട്ടും. അല്ലാതെ റൈറ്റ് വേ ആണെങ്കിൽ 112%, അതായത് CP 100%, 12% ലാഭം എടുക്കുമ്പോൾ എത്ര ആവും? 112% എന്ന് പറഞ്ഞാൽ 448. അതിൽ നിന്ന് 1% കാണാം. 448 ബൈ 112, 400, 100, 48, 12, അങ്ങനെ നോക്കിയാൽ തന്നെ കിട്ടും. റൈറ്റ് ആൻസർ. ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. നമുക്ക് ആവശ്യം 100% CP. ഇവിടെ 1% 4 ആണെങ്കിൽ 100% 400 ആയിരിക്കും. ഓപ്ഷൻ ഡി 400 ആയിരിക്കും റൈറ്റ് ആൻസർ. നീതു ഗോപി, നൈസിൽ, അക്ഷർ, സിനി, ജീവാനന്ദ്, അൻഷർ, സജിത്ത്, എല്ലാവരും ഇട്ടിട്ടുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ. Find the value of P for which 3, 5, P plus 5, 25 are in proportion. ഇതൊക്കെ പ്രൊപ്പോർഷൻ ആവുമ്പോൾ പിയുടെ വില എന്തായിരിക്കും എന്നാണ്. ഓപ്ഷൻസ് എ 15, ബി 20, സി 10, ഡി 30. അടുത്ത ചോദ്യം എല്ലാവരും ചെയ്യാം.
കിട്ടിയോ? 10 ഓപ്ഷൻ സി 10 ശരത് കുമാർ. പതിനഞ്ച്, കുറച്ച് പേര് 15 എ, ഓപ്ഷൻ എ 15, കുറച്ച് പേര് ഓപ്ഷൻ സി 10. ആദ്യമായിട്ടായിരിക്കും അപ്പോൾ ഇത് വരുന്നത്, കൺഫ്യൂഷൻ വരുന്നത്. ഇങ്ങനെ എഴുതാൻ നോക്കാം. കിരണും സജിത്തുമാണ് 15 ഇട്ടുള്ളത്. നേരത്തെ പറഞ്ഞു നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, റിമൈൻഡർ സബ്സ്ട്രാക്ട് ചെയ്ത ശേഷം റിമൈൻഡർ എടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അപ്പം ആ രീതിയിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. 4 നമ്പേഴ്സ് ഉണ്ട്. ആ 4 നമ്പേഴ്സ് പ്രൊപ്പോർഷണൽ ആകുമ്പോൾ എങ്ങനെയായിരിക്കും? 3/5 ഈസ് ഈക്വൽ ടു പി പ്ലസ് 5 ഉണ്ട്, ഇവിടെ താഴെ 25. ഒരു രീതി എന്ന് പറഞ്ഞാൽ പിക്ക് എന്തെങ്കിലും വാല്യൂ ഓപ്ഷൻസിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ട് അത് കണ്ടെത്തുക. വേറെ ഒരു രീതിയുണ്ട്, അതായത് 5 എങ്ങനെയാണ് 25 ആയത് നോക്കുക. 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 25 ആയത്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പം അതേ 5 കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 3 × 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. അതായത് 15ന്റെ സ്ഥാനത്താണ് ഇപ്പോൾ എന്തുള്ളത്? പി പ്ലസ് 5 ഉള്ളത്. അപ്പൊ പി എത്ര ആയിരിക്കും? പി ഈസ് ഈക്വൽ ടു 15 - 5, 10 ആയിരിക്കും റൈറ്റ് ആൻസർ. സി ആയിരിക്കും. അല്ലാത്ത കേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താലും നമുക്ക് ലാസ്റ്റ് സോൾവ് ചെയ്ത് വരുമ്പോൾ പിയുടെ വാല്യൂ കിട്ടും. എത്ര കിട്ടും? 10 ആയിരിക്കും പിയുടെ റൈറ്റ് ആൻസർ. പിയുടെ കറക്റ്റ് വാല്യൂ 10 ആയിരിക്കും. 15 ഇട്ടവർക്ക് എവിടെയും കാൽക്കുലേഷൻസ് തെറ്റിയിട്ടുണ്ടോ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മതി. ശരത് കുമാർ ഓപ്ഷൻ ബിയോ? ബി ഒക്കെ എങ്ങനെ വരുന്നത്? അവിടെ ചെയ്ത് നോക്കൂ, ബി ഒരിക്കലും ഇല്ല. ഷബിന ലേറ്റ് ആയിരുന്നു, എനിക്ക് കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുന്നുണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻ. A can complete a piece of work in 10 days. B can complete the same piece of work in 15 days. They work together. In how many days will the work be completed? Option A 6, option B 8, option C 10, option D 9. ഇക്വേഷൻ ഇടാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം.
6 ഓപ്ഷൻ എ 6 ആയി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പഴയ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ LCM എടുത്തിട്ട് ചെയ്യാം. 10 15 LCM എടുക്കുമ്പോൾ എത്ര കിട്ടും? 30 കിട്ടും. ഇങ്ങോട്ടുള്ള എഫിഷ്യൻസി 2, ഇങ്ങോട്ടുള്ള എഫിഷ്യൻസി 3. ടോട്ടൽ A+B എഫിഷ്യൻസി 5. അപ്പോൾ 30/5 6 days ആയിട്ടുണ്ടാവും. ഓപ്ഷൻ എ 6. Malviki, Nidhi, Pradeep, Shad, Shabina, Innocent, Shivu, Sajit. Okay. Right answer 6 days ആയിരുന്നു. എല്ലാവരും കമന്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ശരത് കുമാർ സിഒ എവിടെ നോക്കൂ. അടുത്തത് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സച്ചിൻ runs at 5/4 of his usual speed and reached the playground 5 minutes earlier. What is the usual time? അങ്ങനെയാണെങ്കിൽ നോർമലി എടുക്കുന്ന സമയം എത്ര എന്നാണ്. ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 5/4 സ്പീഡിൽ പോയപ്പോൾ ഗ്രൗണ്ടിലേക്ക് 5 മിനിറ്റ് നേരത്തെ എത്തി. അങ്ങനെയാണെങ്കിൽ സാധാരണ എടുക്കുന്ന സമയം എത്രയാണ്? 20, 25, 35, none of these. ഇതൊക്കെ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇരുപത്തിയഞ്ച് 20 എല്ലാം ഉണ്ട്. ഹായ് പവൻ ചൗധരി. ഫൈൻ. സോ എന്താണ്, 20 ആണോ 25 ആണോ? കൺഫേം ആയോ? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. നല്ല കൺഫ്യൂഷൻസ് ഉണ്ട്, നോക്കാം ഏതാണെന്ന്. ഇത് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്? നമ്മൾ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഫ്രീ കോഴ്സ് ഉണ്ടായിരുന്നാണ് അക്കാദമിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഈ കോൺസെപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് ഇതിൽ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന്. അതായത് സച്ചിനെ എല്ലാ ദിവസവും പോകുന്നത് എങ്ങോട്ടാണ്? പ്ലേ ഗ്രൗണ്ടിലേക്ക് തന്നെയാണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ കാണാം. ആദ്യത്തെ സ്പീഡ് എന്താണ്? സ്പീഡ് 1 സ്പീഡ് 2. ആദ്യത്തെ സ്പീഡ് 5/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സ്പീഡ് ഏതായിരിക്കും? 4 ആയിരിക്കും ആദ്യത്തെ സ്പീഡ്. ആദ്യം 4 സ്പീഡിലായിരുന്നു പോയത്, പിന്നെ പോയപ്പോൾ 5 ആക്കി സ്പീഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. താഴെയുള്ളതാണ് ആദ്യത്തെ സ്പീഡായിട്ട് എടുക്കുക. അപ്പോൾ സ്പീഡിന്റെ റേഷ്യോ 4:5 ആണ്. സ്പീഡിന്റെ റേഷ്യോ അതാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? ടൈം 1:time 2. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, 5:4. ഇനി നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഇതിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം എന്തായിരുന്നു? ആദ്യം 5 മിനിറ്റ്, രണ്ടാമത് എത്തിയപ്പോൾ 5 മിനിറ്റ് നേരത്തെ എത്തിയെന്നാണ് പറയുന്നത്. അതായത് 5 യൂണിറ്റ് ഉള്ളത് 4 യൂണിറ്റ് ആയപ്പോൾ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 5 മിനിറ്റ്സ്. ഇനി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. 20 മിനിറ്റ്സ് 25 മിനിറ്റ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ഏതാണ് ചോദിച്ചിട്ടുള്ളത്?
ആദ്യത്തെ സമയം അതായത് T1 ആണ് ചോദിച്ചിട്ടുള്ളത്. S1ന്റെ നേരെ താഴെ ഉള്ളതാണ് T1. അപ്പോൾ ഏതാണ് ആദ്യത്തെ സമയം? 25 മിനിറ്റ് ആണ്. അതായത് ആദ്യം ഉള്ള സ്പീഡിനേക്കാളും സ്പീഡ് കൂട്ടിയിട്ടാണ് രണ്ടാമത് പോയത്. അപ്പോൾ സമയം കുറയാണ്, നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. അതായത് 4 സ്പീഡിൽ പോയപ്പോൾ 25 മിനിറ്റ് എടുത്തെങ്കിൽ 5 സ്പീഡിൽ പോയപ്പോൾ 20 മിനിറ്റേ എടുത്തുള്ളൂ, സ്പീഡ് കൂട്ടി. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ്. ഇതിന്റെ റൈറ്റ് ആൻസർ 20 അല്ല 25 ആണ്. കുറേ പേര് 20 കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആക്കിയിട്ട് ചെയ്യാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ജസ്റ്റ് കമന്റ് ചെയ്യുക മനസ്സിലായിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ ചോദിക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ. ഇട്ടവർക്കൊക്കെ സംഭവം മനസ്സിലായോ എന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ചെയ്യാം. കിരണ് ആ കോഴ്സ് ഒന്നും കൂടെ കേട്ട് നോക്കുക. ആ കോഴ്സിൽ പറയുന്നുണ്ട് എന്താണ് യൂസ് ചെയ്തതെന്ന്. റേഷ്യോ ആണ് യൂസ് ചെയ്തത്, ഇക്വേഷൻസ് ഒന്നുമില്ല. ഇക്വേഷൻ ബേസ്ഡ് മെത്തേഡ്സ് വേറെ ഉണ്ടാവും. ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ രണ്ട് സ്പീഡുകളും സമയവും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? രണ്ട് സ്പീഡുകളും നേരെ തിരിച്ചാൽ കിട്ടുന്ന റേഷ്യോ ആയിരിക്കും സമയങ്ങൾ തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ആദ്യം നമ്മൾ സ്പീഡിൻ്റെ റേഷ്യോ എഴുതി. സ്പീഡ് ആദ്യം 4 പിന്നെ കൂടിയിട്ട് സ്പീഡ് 5 അപ്പോൾ 4:5 ആണ് ഇപ്പോഴുള്ള റേഷ്യോ. ആ റേഷ്യോനെ നമ്മൾ തിരിച്ചിട്ട് T1:T2 ആക്കിയപ്പോൾ 5:4 മാറി. 5:4 മാറിയപ്പോൾ എന്താണ് ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു 5 മിനിറ്റ് കുറവാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഡിഫറൻസ് നോക്കുക, യൂണിറ്റുള്ള ഡിഫറൻസ് 5 യൂണിറ്റ് ഉള്ളത് 4 യൂണിറ്റായി. യൂണിറ്റുള്ള വ്യത്യാസം 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 5 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റാണ് നമുക്ക് ആവശ്യം. യൂഷ്വലായിട്ട് എടുക്കുന്ന സമയം അത് 25 മിനിറ്റ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The capacity of a cubical mug is 1 liter. The length of its edge is. ഒരു ക്യൂബിക്കൽ മഗ്ഗിന്റെ എന്താണ് കപ്പാസിറ്റി 1 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എഡ്ജ് അല്ലെങ്കിൽ അതിന്റെ സൈഡ് എത്ര ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി 10 സെന്റിമീറ്റർ ആണ്. കമന്റ് ചെയ്തിട്ടുള്ളത്. പത്ത് മീറ്ററോ? സംഖ്യ 10 മീറ്റർ. അപ്പൊ ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ എത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ ക്യൂബ് ആണെന്ന് അറിഞ്ഞിരിക്കണം. അതെപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട് ലിറ്റർ യൂസ് ചെയ്തിട്ട്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രയാണ്? 1000 സെന്റിമീറ്റർ ക്യൂബാണ്. അതായത് ഒരു ക്യൂബിന്റെ വോളിയം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ വോളിയം, അത് എത്രത്തോളം വെള്ളം കൊള്ളുന്ന അളവാണ്. ക്യൂബിന്റെ വോളിയം 1000 സെന്റിമീറ്റർ ക്യൂബാണ്. അതായത് എൽ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളത് 1000 സെന്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ എല്ലാണ് നമുക്ക് ആവശ്യം. അതായത് ഒരു സൈഡ്, ഒരു ക്യൂബിന്റെ ഒരു സൈഡ്. അപ്പോൾ ഇതിന്റെ എന്ത് എടുക്കേണ്ടി വരും? ക്യൂബ് റൂട്ട് എടുക്കേണ്ടി വരും. 1000 ക്യൂബ് റൂട്ട് എത്രയാണ്? 1000 ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 10 സെന്റിമീറ്റർ റൈറ്റ് ആൻസർ ആയിരിക്കും. ഓപ്ഷൻ ബി 10 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ ഇതോടുകൂടി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് എൻഡ് ചെയ്യാണ്.
20 ഉണ്ടായിരുന്നു. സമയമില്ല, വേറെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ അൺഅക്കാദമിയിൽ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു. ലൈവിലെത്തിയ എല്ലാവർക്കും താങ്ക് യു. ഇനി അടുത്ത ലൈവ് ഉണ്ടാകുമ്പോൾ ഇതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി മെസ്സേജ് അയക്കും. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇസു മാത്ത് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ചെയ്യുക ലൈവ് ക്ലാസ്സിൻ്റെയും അതുപോലെ നമ്മുടെ ഫ്രീ ക്ലാസ്സിൽ ആഡ് ചെയ്യുമ്പോഴൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിൽ മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വന്ന് മെസ്സേജ് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ സെഷൻ നമ്മളിവിടെ എൻഡ് ചെയ്യാണ്.